ഇന്നത്തെ മാതൃഭൂമിയുടെ പരസ്യം തന്നെ പ്രൊപ്പഗൻഡ ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുതിർത്തു വെച്ച 1.5 കപ്പ് ഊഹാപോഹങ്ങളിലേക്ക് പാകത്തിന് വിദ്വേഷം ചേർത്ത് അരച്ചെടുക്കുക. മനോരമയ്ക്ക് എതിരെയാണ് ഈ പരസ്യം ചെയ്തിട്ടുള്ളത്. ഇന്നും മനോരമ ആ പണി തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവുമാക്കി ഉണ്ടാക്കിയ വളരെ കൃത്യമായ സഖ്യം 907. അതിനുമുമ്പ് 967 തന്നെ നുണ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തല്ല, ആര്യാടൻ മുഹമ്മദ് ആയാലും അത് തിരുത്തി പറയേണ്ടതാണ്. 1970 ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ? അത് ഒരുമിച്ച് പാലക്കാട് ടി ശിവദാസനോന് വേണ്ടിയിട്ട് LK അഡ്വാനി ആയിരുന്നു അന്ന് വന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനിയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്ന് കരുതി വർഗീയ ശക്തികളുമായുള്ള നിലപാടിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാഞ്ചല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നിങ്ങൾ ആദ്യ സമയത്ത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ. ഞാൻ എന്താണ് മറുപടി പറഞ്ഞത്? ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്തും വർഗീയ നിലപാടുകളുമായി ഏതെങ്കിലും തരത്തിൽ ചാഞ്ചാട്ടമുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത്രയുമാണ് ഇന്നത്തെ രാവിലത്തെ വാചകമേള. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതിന്റെ മുഴുവനായിട്ടും സ്വരാജ് പറഞ്ഞതിന്റെ പ്രധാന ഭാഗം ഒഴിവാക്കിയിട്ടും കാണിക്കുകയാണ്. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞത് അതാണ്. ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. 1977 ജനുവരി 23 ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ജയപ്രകാശ് നാരായൺ എന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവിന്റെ കീഴിൽ വരുന്ന ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഇടതുപക്ഷം സഹകരിച്ചത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അതിന് അവർക്ക് കിട്ടുന്നത് ഈ മസാല ദോശയാണ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗൻഡ മസാല ദോശയാണ്. മാതൃഭൂമി പറഞ്ഞ പോലെ ഈ മാതൃഭൂമി ഉൾപ്പെടുന്ന ഇപ്പൊ പറഞ്ഞ ഈ സോഷ്യലിസ്റ്റുകൾ അന്ന് ഒന്നിച്ചു ചേർന്ന സോഷ്യലിസ്റ്റുകളാണ്. ഇന്നിപ്പോൾ അതിന്റെ ബാക്കിയാണ് ആ സോഷ്യലിസ്റ്റുകൾ ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ജനസംഘം ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരും. 1951 രൂപീകരിച്ച ജനസംഘം അത് RSSന്റെ ഒരു രാഷ്ട്രീയ സംഘടന തന്നെയായിരുന്നു. ആ ജനസംഘത്തില് ശ്യാമപ്രസാദ് മുഖർജിയും ദീനദയാൽ ഉപാധ്യായുമായിരുന്നു നേതാക്കൾ. കൃത്യമായിട്ട് അറിയാലോ, RSSന്റെ തന്നെ സമുന്നത നേതാക്കളായിരുന്നു അതിന്റെ നേതാക്കൾ. എന്നാൽ നമുക്കറിയുന്ന പോലെ ജനതാ പാർട്ടി എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതാണ്. ജനതാ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ രൂപം കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടുണ്ടായ കാരണം എന്ന് പറയുന്നത് 1934 ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ ആ അടിയന്തരാവസ്ഥയാണ് ഇതിനൊക്കെ കാരണമായത്. ഇന്ദിരാഗാന്ധിയുടെ ഫാസിസം, അത് അവർക്ക് എതിരെയുണ്ടായ വിധിക്ക് എതിരായി അവർ ഭരണഘടനയെ തൂക്കിവിറ്റ ആ കഥ പറയാതെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടിച്ചേർന്നു എന്നുള്ള കഥ പറഞ്ഞാൽ മാത്രം ശരിയാവുമോ? ആവില്ല. അങ്ങനെയാണ് എല്ലാവരും കൂടി ചേർന്ന് അന്നൊരു ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. ജയപ്രകാശ് നാരായൺ, ചരൺ സിംഗ്, നമുക്കറിയാം മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, അങ്ങനെ നിരവധിയായ നേതാക്കള്. ഇവരൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശ്യാമപ്രസാദ് മുഖർജിനെ ആരെങ്കിലും പറഞ്ഞു? ഉണ്ടായിരിക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. അടിയന്തരാവസ്ഥയെ പറയാതെ ഈ ഒരു ചരിത്രം പറയുമ്പോഴേ കോലീബി സഖ്യത്തിന്റെ ചരിത്രം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയാം. കേരളത്തിലെ എല്ലാ കാലത്തും അത് ഇവിടത്തെ സംഘപരിവാറിനെ കണ്ടുകൂടാത്ത ഒരേ ഒരു പാർട്ടി CPM ആണ്. ഇപ്പോൾ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി കക്ഷികൾക്കും ഇവരെ ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥിയാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ കാണുന്ന ഐക്യം എന്ന് പറയുന്നത്. പറയേണ്ടതുണ്ട്, പറയുക തന്നെ ചെയ്യും. നുണ പറഞ്ഞുകൊണ്ടല്ല, സത്യം പറഞ്ഞുകൊണ്ട്.